ഇവൻ പിന്നെ ട്വിൻസായിരുന്നു, രണ്ടുപേരും മോനായിരുന്നു. അപ്പോൾ അവൻ 3 വയസ്സായപ്പോൾ പെട്ടെന്ന് ന്യൂമോണിയ വന്ന് മരിച്ചുപോയി. മകൻ ഒരമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവൻ എനിക്ക് ചെയ്യും. എൻ്റെ മോൻ്റെ കൂടി എനിക്ക് ബഹുമാനം തോന്നിയത് ആ ഒരു അവസ്ഥയിൽ. ഫുഡ് ഉണ്ടാക്കി നമുക്ക് ചോറും കറിയും എല്ലാം വച്ച്. ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളുടെ ഒക്കെ സ്വപ്നത്തിലുള്ളൊരു അമ്മായിയും വേണം. എല്ലാവർക്കും കുശുമ്പാട്. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ എങ്ങനെ ഇരിക്കണം, കിട്ടി അത് തന്നെയാണ്. ദേഷ്യപ്പെടൂല തോന്നുന്നു. കാണണമെങ്കിൽ ചേട്ട വരണം. ഇത് അപേക്ഷ ചേട്ടനാണ് സൈലന്റ്. പക്ഷെ അവരെ വീഡിയോ ഭയങ്കര അത്ഭുതം തോന്നി. അവൻ ഡിമാൻഡ് വയ്ക്കും. ആദ്യത്തെ ഒരു സ്റ്റെപ്പേ ചെയ്യൂ അവൻ. പിന്നെ അവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. ബേബി വരുന്നത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? ബേബി വരുന്നത് ആദ്യം അവന് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ രാത്രി കിടക്കാൻ സമയത്തിന് ബേബിക്ക് ഉമ്മയും ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്ന് എൻ്റെ അടുത്തോട്ട് കിടക്കണത്. പക്ഷെ അകത്ത് എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. ഭയങ്കര കെയറിങ് ആണ് ചേച്ചി. അത് ഞാൻ പുറത്തുനിന്ന് ഒരാളായിപ്പോ ഇപ്പൊ. പിന്നെ കുശുമ്പ് വരത്തില്ലേ സ്വന്തം പോലെ ഇരിക്കുമ്പോ ഫേസ് കാണുമ്പോഴാണ് എനിക്ക് കാണാന്നാണ് അവൻ പറഞ്ഞത്. ടൈം ആയില്ലെന്നല്ല, നമ്മുടെ കണക്കിൽ ടൈം ആയി. പ്രസന്റേഷൻ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ലൈഫിൽ ഒരു അപ്ഗ്രേഡ് വേണം. ആകമത്തൊരു ചേഞ്ച് വേണം കുട്ടാ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. കാരണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഹായ് ഹലോ, എല്ലാവർക്കും മാറ്റിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അതിഥികളുണ്ട്. സ്പെഷ്യൽ ഇൻട്രോ ഒന്നും ആവശ്യമില്ല, പേര് പറയുന്നതോടെ എല്ലാവർക്കും മനസ്സിലാവും. ലക്കി ഫാമിലി, വെൽക്കം ടു മാറ്റിനി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. പുതിയ വിശേഷം ഒരു കുഞ്ഞതിഥി വരാൻ പോകുന്നു. എനിക്ക് പറ ചേട്ടനാൻ പോകുന്നു. ബേബി വരുവോ? ബേബി വരുമെന്ന് പറ. ബേബി വരും. സന്തോഷാണോ? ഹാപ്പി എന്ന് പറ. ഹാപ്പി. എങ്ങനെയാ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലോട്ട് എത്തിയത്? ആരുടെ ഐഡിയ ആയിരുന്നു? ഐഡിയ വന്നിട്ട് കിച്ചുവിന്റെ ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടിക്ടോക്ക് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ടിക്ടോക്ക് എല്ലാരും വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാനും കിച്ചുവും കൂടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പതുക്കെ അമ്മയും വന്നു തുടങ്ങി. പേടിയായിരുന്നു. അച്ഛനെ ഭയങ്കര പേടി. അച്ഛനെ മാത്രല്ല നമ്മളെ നാട്ടുകാരെയും കുറിച്ച് പേടിയായിരുന്നു. എന്നുവെച്ചാൽ നമ്മളെ നാട്ടിൻപുറം ആയതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ വഴിയിൽ കൂടെ ആരെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യൂല. പിന്നെ അച്ഛനുള്ള സമയത്തും വീഡിയോ ചെയ്യില്ല. കാരണം നാട്ടുകാർ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും, ഇവരെന്തോന്ന് കാണിക്കണേ, അങ്ങനത്തെ ഇത് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്ത് പെട്ടെന്ന് ടിക്ടോക്ക് നിന്നു. പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാം അപ്പോഴും ഇത്ര ഒരു റീച്ച് അല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് വന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ട്, അമ്മയും കിച്ചുവും ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കണ്ടന്റ് വീഡിയോ ആണ് ഇട്ടത്. അത് പെട്ടെന്ന് തന്നെ വൈറലായി. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് വന്നത്. അപ്പൊ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി വ്ളോഗേഴ്സ് കൂടുതലായിരുന്നു. ഈ ഷോർട്സ് അധികം അങ്ങനെ ആൾക്കാർ ഇടൂല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു വെറൈറ്റിക്ക് ഈ കണ്ടന്റ് ഷോർട്സ് സീരീസ് പോലെ ആക്കി. അതെന്ന് വെച്ചാൽ ട്വിസ്റ്റിൽ കൊണ്ട് നിർത്തും. ഓരോ പാർട്ടും വന്നിട്ട് ട്വിസ്റ്റിൽ കൊണ്ട് നിർത്തും. അപ്പൊ അടുത്ത ആൾക്കാർ കാണാൻ വേണ്ടിട്ട് സീരിയല് അങ്ങനെ ചെയ്യൂലേ, അതുപോലെയായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു സീരീസ് ആയിരുന്നു കിച്ചുവിന്റെ രണ്ടാനം ഒരിക്കലും പെറ്റില്ല. ആ ഒരു സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അത് പെട്ടെന്ന് തന്നെ വൈറലാവാൻ തുടങ്ങി. നമ്മള് ഏതാണ്ട് ഒരു 3 ദിവസം കൊണ്ട്
100 3 കഴിച്ചു. ദിവസം കൊണ്ട് നമുക്ക് 1 Subscriber. ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പൊ പിന്നെ നമ്മൾ നിർത്തിയില്ല, ഇൻട്രസ്റ്റ് ആയി. ആദ്യം സത്യം പറയാൻ നമുക്ക് യൂട്യൂബ് ചാനൽ എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ഇതിന് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടായിരുന്നേ. കുറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, പിന്നെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ. 3 ദിവസം കൊണ്ട് ഇത് വന്നോണ്ട് പെട്ടെന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. പത്രത്തില് ആ time ല്. ഒരു സായാഹ്ന പത്രത്തിലൊക്കെ വന്നു, വൈറലായി ലക്കി ഫാമിലി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ആ രണ്ടാനമ്മ പെറ്റമ്മയാവില്ലെന്ന സീരീസ് പെട്ടെന്ന് തന്നെ കയറി തുടങ്ങി. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പിന്നെ ആൾക്കാർക്ക് കാണേണ്ട ഒരു ഇൻട്രസ്റ്റ് കൂടി. പിന്നെ അത് ഏതാണ്ട് ഒരു 20-25 പാർട്ട് വരെ നമ്മള് കൊണ്ടുപോയി. ഇതാരാ ഇതിന്റെ ആള്? മീൻസ് ചെറിയ ത്രെഡൊക്കെ വീഡിയോ ക്രിയേറ്റ് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കും, ഓരോ കണ്ടന്റും എങ്ങനെ ട്വിസ്റ്റില് നിർത്താം, അടുത്ത ആൾക്കാർ എങ്ങനെ കാണാം എന്നുള്ള രീതിയിൽ. അമ്മക്ക് ഇഷ്ടായിരുന്നോ? അത് ആദ്യം വിളിക്കുമ്പോ പറ്റില്ല? ഇല്ല, ആദ്യം വിളിക്കുമ്പോ ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇഷ്ടത്തിനൊത്ത് ഞാനും അങ്ങ് നിൽക്കുമായിരുന്നു. പക്ഷെ ചേട്ടന്റെ പേടിയായിരുന്നു. ചേട്ടൻ ഇങ്ങനെ വരുമ്പോഴേ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ചിലപ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഓടും. ആദ്യം ഓടും. ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് കിട്ടുന്ന സാധനം എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ജോലി ചെയ്യും. ജോലി ചെയ്ത് അപ്പം അപ്പോഴും ചേട്ടൻ നമുക്കിങ്ങനെ കാണുമ്പോ പശു, ആട്, അങ്ങനെ പ്രാവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതലും നമ്മൾ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും അച്ഛൻ വന്നിട്ട് ആ പശുവിനെ നോക്കിയില്ലേ എന്നൊക്കെ അമ്മയെടുത്ത് ഞാൻ നേരെ അപ്പൊ ഓടുന്ന അത് തൊഴുത്തിലേക്ക് ആയിരിക്കും. എന്നുവെച്ചാ ഇതിന്റെ ഒരു വാല്യൂ അപ്പോഴ് ആ. അറിഞ്ഞൂടാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെ ആ സംസാരിച്ചോണ്ടിരുന്നത്. ടൈമില് ചേച്ചി മാത്രമേ ഒന്നും പറയത്തുള്ളൂ. എന്നെ ഞാൻ മാത്രം ഒന്നും ഒന്നും പറയില്ല. പറയില്ല. ഞാനും അമ്മ ആദ്യം ഓടും. അച്ഛൻ വരുന്ന കേട്ട് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു രണ്ടാമതൊരു സീരീസ് തുടങ്ങി, സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട്. അതില് അമ്മയ്ക്ക് നെഗറ്റീവ് റോളും എനിക്ക് അങ്ങനെ അല്ലാതെ ആ സീരീസ് തുടങ്ങിയ ഒരു കാരണമുണ്ട്. അപ്പം ഇവര് ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ ലവ് സ്റ്റോറി പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാന്ന്. അത് വെച്ച് ഞാൻ ഓരോ കണ്ടന്റ് ആയിട്ട് നമ്മളെല്ലാം കൂടെ ആലോചിച്ച് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കരമായിട്ട് കയറി വൈറലായി. അത് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിട്ട് നമുക്ക് തന്നെ അതിശയം തോന്നി, ഇതിലെന്തോ ഇവര് ഇത്ര ഇങ്ങനെ ഇരുന്ന് കമന്റ്സ് ആയിരുന്നാലും ശരിയാണ് എല്ലാം. പിന്നെ ആദ്യമൊക്കെ അമ്മ, അതായത് ആ ക്യാരക്ടറെയാണ് അവര് കുറ്റം പറയണത്. ചീത്തവിളിയിൽ പൂർണ്ണമായിരുന്നു comment box മൊത്തം. അമ്മയെ ശപിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഫാൻസ് കൂടുതലാണ്. ഒരു ദുഷ്ടയായിരുന്നു. അല്ല, എന്റെ ഫേസ് കണ്ടാലും അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ ഒന്ന് അത് പിന്നെ പെട്ടെന്ന് തന്നെ റീച്ചിലോട്ട് പോയി. അത് ഇപ്പൊ 5 million ആവാൻ പോകുന്നല്ലേ? 5 5 million. million ആവാൻ പോകുന്നു. മില്യൺ വ്യൂസ്, മില്യൺ സബ്സ്ക്രൈബേഴ്സ്. എങ്ങനെ തോന്നുന്ന ഫസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ഇപ്പൊ എത്തി നിൽക്കുന്നവരെ ആലോചിക്കുമ്പോ? നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ബഹുമാനം തോന്നുന്നു, നമ്മളെ കുറിച്ച് ഇത്രയൊക്കെ പറ്റി. നമുക്ക് മാത്രമേ വെളിയിൽ ഇറങ്ങുമ്പോഴേ വേറെ ബഹുമാനം കിട്ടും. എല്ലാം ഇങ്ങനെ കാണുമ്പോ ഒക്കെ മനസ്സിലാവാൻ തുടങ്ങിയോ ഇങ്ങനെ? നേരത്തെ നമ്മൾ ഒന്നും അല്ലായിരുന്നപ്പോ അതെ. ഇപ്പോഴത്തെ ഇതും നല്ല വ്യത്യാസം. ചേഞ്ച് ഉണ്ട്, ഒന്നും വ്യത്യാസമുണ്ട്. അല്ലായിരുന്നപ്പോ ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നുണ്ട്, ലക്കിക്കുട്ടനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അവരുടെ കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോ ഇപ്പൊ എല്ലാരും നല്ല ഫാൻസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലേ? ഗേൾ ഫ്രണ്ട്സ് എവിടെ പോയാലും കിച്ചിച്ചേട്ടാ കിച്ചിച്ചേട്ടാ. ഇപ്പൊ ഒരു കോളേജിന്റെ അവിടെ പോവാണെങ്കിലും സ്കൂളിന്റെ അവിടെ പോകണേ കിച്ചിച്ചേട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ സെൽഫി തന്നെ. നമ്മള് 1 million അറിഞ്ഞത് ബമ്പർ ചിരിയിൽ പോയപ്പോഴാണ്. നമ്മള് ബമ്പർ ചിരിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ അമ്മേനെ ഇങ്ങനെ വിളിച്ചു. നമ്മൾ അവിടെ പോയൊന്ന് എന്ന് പറഞ്ഞ പേടിയായിരുന്നു. ഫസ്റ്റ് ടൈം ഒരു ഇത്രയും വലിയൊരു നമ്മള് വീട്ടിൽ ചെറിയ വീഡിയോ ചെയ്യുമ്പോ വീട്ടിലിരുന്ന് നമ്മള് ഞാന് അമ്മ കിച്ചു പിന്നെ ചേട്ടാ വരുമ്പോ ചേട്ടായി അത്രയല്ലേ ഉള്ളൂ. ഇത് ഇത്രയും വലിയ ഓഡിയൻസിന്റെയും പിന്നെ വലിയ ജഡ്ജസിന്റെ കൂടെ ഒക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ എങ്ങനെ വേറെ അവസരങ്ങളൊക്കെ വരുന്നുണ്ടോ? പ്രോഗ്രാം ബമ്പർ ചിരിയില് പിന്നെ വിളിച്ചു. പിന്നെ ലക്കി ഒരിടത്ത് അങ്ങനെ ഇരിക്കൂല. മെയിനായിട്ടും വീഡിയോ കാണുന്ന പോലെ എല്ലാം എങ്ങനെയാ വീഡിയോയിലൊക്കെ ഇപ്പൊ കൊണ്ടുവരുന്നേ? വീഡിയോയില് നമ്മൾ നോക്കിയിരിക്കും അവന്റെ ഓരോ മൂവ്മെന്റ്സ്. ഞാൻ അവന്റെ ഓരോ മൂവ്മെന്റ് നോട്ട് ചെയ്ത് നോക്കി അവൻ എന്താണ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ അത് വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ചിലപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന ദിവസങ്ങളും ഉണ്ട് അവന്റെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിട്ട്. ഇതിപ്പോ ഞങ്ങള് വന്നപ്പോഴായാലും ഭയങ്കര അടങ്ങിയിരിക്കുന്ന ഇതല്ലല്ലോ. നഴ്സിലൊക്കെ പോകുന്നുണ്ടെന്നോ അല്ലേ? ഇഷ്ടമാണോ പോകാൻ? ആദ്യം കുറച്ച് മടിയായിരുന്നു, പിന്നെ കുഴപ്പമില്ല. ബേബി വരുന്നത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം. ബേബി വരുന്നത് ആദ്യം അവന് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നഴ്സറിയിലൊക്കെ പോയി എങ്ങനെ എല്ലാരും പറയണ കേട്ടിട്ട് വന്ന് ഉടനെ പറയും ബേബിയാണെന്ന് പറയും. പിന്നെ രാത്രി കിടക്കാൻ സമയത്തിന് ബേബിക്ക് ഉമ്മയും ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്ന് എന്റെ അടുത്തോട്ട് കിടക്കുന്നത്. പക്ഷെ അകത്ത് എന്താണെന്ന് അവൻ അറിഞ്ഞു.
അമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര ഫാൻസാ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളുടെ ഒക്കെ സ്വപ്നത്തിലുള്ള ഒരു അമ്മായിയും എല്ലാവർക്കും കുശുമ്പാണ്. എവിടുന്ന് ഇത്ര നല്ല അമ്മായിമ്മ ചോറ് വാരത്തരും അല്ലെ? ഭയങ്കര അതെ. ഭയങ്കര സന്തോഷം അല്ല ഇപ്പൊ ചിലവരൊക്കെ വിചാരിക്കുന്നത് അത് വീഡിയോക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഒരിക്കലും അല്ല, അമ്മ അങ്ങനെ അല്ല. അതിപ്പോ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ നമ്മ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ വീഡിയോക്ക് അങ്ങനെ നിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ വന്നത് തൊട്ട് ഇന്ന് വരെ അമ്മയുടെ അടുത്ത് ഇങ്ങനെയാണ്, അമ്മയും ഇങ്ങനെയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഫാൻസാ. ഇപ്പൊ വന്നു എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്റെ അമ്മയാണോ ചേച്ചിയുടെ അമ്മയാണോ? വീട്ടിലിപ്പൊ അങ്ങനെയല്ലേ നടക്കേ. ഒരു മോളും കൂടെ വരാനായോ? ആ പിന്നെ ഒരു മോളൂടെ വേണം. വരാനായോ? ഇല്ലില്ല, ടൈം ആയില്ല. ടൈം ആയില്ലെന്നല്ല, നമ്മുടെ കണക്കിൽ ടൈം ആയി. എന്തായാലും താമസിയാതെ വരും. അപ്പൊ അമ്മയ്ക്ക് 2 പെമ്പിള്, 2 ആമക്കള്, ഇനി 2 പെമ്പിള്. പിന്നെ എന്തോന്ന്, എന്റെ ഭാവനയില് എന്റെ ഒരു മോളാണ് ഇവള്. എന്റെ മോൾ, എനിക്കൊരു മോൾ ഉണ്ടായ ഇവൻ പിന്നെ ട്വിൻസ് ആയിരുന്നു, 2 പേരാണ്. അപ്പം വേറൊരു അതും മോനായിരുന്നു, 2 പേരും മോനായിരുന്നു. അപ്പൊ അവൻ 3 വയസ്സായപ്പം പെട്ടെന്ന് ന്യൂമോണിയ ഒന്ന് മരിച്ചുപോയി. അപ്പം ഇവര് ട്വിൻസ് ആയിരുന്നപ്പോഴും എൻ്റെ ഉണ്ണിമോൻ ആയിരുന്നപ്പോഴും, അതായത് ഇവളെ ഹസ്ബൻഡ് ആയിരുന്നപ്പോഴും ഞാൻ പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഞാൻ തുണിയൊക്കെ തയ്ക്കും. അപ്പം ഫ്രോക്കൊക്കെ അടിച്ചു വെച്ച് അങ്ങനത്തെ ഭയങ്കര ഇതായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ എങ്ങനെ ഇരിക്കണം, അങ്ങനത്തെ നമുക്ക് കുറെ ഭാവനകൾ കാണുമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് അത് ഇപ്പോഴും അങ്ങനെയാണ്, ഭയങ്കര അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെ എനിക്കൊരു മോളുണ്ടായ എങ്ങനെയായിരിക്കും. പക്ഷെ അത് തന്നെയാണ് ഇവള് കിട്ടി അത് തന്നെയാണ്. ഡ്രസ്സ് ഇടിയിക്കണം, എങ്ങനെ ഡ്രസ്സ് ഇടിയിക്കണം, അവൾ എൻ്റെ കൂടെ എങ്ങനെ ആയിരിക്കണം, ഞാൻ അവളെ കൂടെ എങ്ങനെ ആയിരിക്കണം. അത് പറയാൻ നമ്മള് അമ്മയും മോളല്ല, നമ്മള് ഫ്രണ്ട്സ് പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ചേട്ടന്റെ അടുത്ത് പറയണേക്കാളും എനിക്കൊരു വിഷമം വന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് അമ്മ തന്നെയാണ്. ഇപ്പൊ ഞാന് വന്ന സമയത്ത് പിന്നെ ചേട്ടൻ ആർമിയിലായതുകൊണ്ട് കൂടുതലും ചേട്ടന് ഞാനുമായിട്ടല്ല ഒരു സഹവാസം, അമ്മയും ഞാനുമായിട്ടാണ്. അപ്പൊ കൂടുതൽ ബോണ്ടും അമ്മയുടെ അടുത്ത് തന്നെയാണ്. ശരി. അതിനുശേഷം എനിക്ക് ഭയങ്കര കുരുക്കാണ്. ഞാൻ ഇവിടെ പോയാലും ഓർമ്മ ചേച്ചി അമ്മയ്ക്ക് പാരയ്ക്ക്, അമ്മ അതിന് പോയതല്ല, വേറെ ഇവര് വഴക്കൊക്കെ ഉണ്ടാക്കുവോ? ചെറിയ നേരത്തെ കൊണ്ടായിരുന്നു, ആദ്യം കൊണ്ട്. പക്ഷേ പിന്നെ ഇവന് എവളോടി പിണങ്ങിയിരിക്കാനും പറ്റൂല, ഇവക്ക് ഇവന്റെ കൂടെയും പിണങ്ങിയിരിക്കാൻ പറ്റൂല. ഇവക്ക് പിന്നെ ടെൻഷനാവും. എനിക്കൊരു ചേട്ടനാണുള്ളത്. അപ്പം ചേട്ടന്റെ അടുത്ത് ഞാൻ എങ്ങനെ ഒരു ചെറിയൊരു അടിപിടിയൊക്കെ കാണൂലേ, എന്തെങ്കിലും ഒരു കള്ളത്തനൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പറയൂലേ, അതുപോലെയൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ മെയിനായിട്ട് ചേട്ടൻ വരുമ്പോ ഞാനും ചേച്ചി ഒറ്റ കെട്ടാം. ചേട്ടന് നമ്മള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി അവിടെ ഇരുത്തും. നമ്മൾ രണ്ടുപേരും ഒറ്റ കെട്ടാം. ഈ മാസം വരുന്നു, ഓഗസ്റ്റിൽ വരും. ഈ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ ആരാ എഡിറ്റിംഗ് അങ്ങനത്തെ എഡിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ കിച്ച് എഡിറ്റ് ചെയ്യും. ആദ്യമൊക്കെ കിച്ച് മാത്രമായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഞാനും പതിയെ പഠിച്ചു. എല്ലാം പഠിക്കുന്നല്ലേ, ക്യാമറ, എഡിറ്റിംഗ്. ആദ്യം നമ്മളൊരു ഫോണില് OnePlusന്റെ ഫോണില് നമ്മള് ചെയ്ത് തുടങ്ങിയതായിരുന്നു. അപ്പം ക്ലാരിറ്റി കുറവും ഒക്കെ കാരണം പിന്നെ നമ്മളൊരു ഐഫോണ് വാങ്ങി. ഇപ്പൊ ഐഫോണില് തന്നെയാണ് എഡിറ്റിംഗ്. ഫസ്റ്റ് കിട്ടിയ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് എന്താ വാങ്ങി? നമ്മൾ ഐഫോണാണ് വാങ്ങിയത്. പിന്നെ ആ ഫോൺ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ട്സ് ഒക്കെ കാണാമല്ലോ. ആരുടെ ഐഡിയ അത് കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ്? ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഇവിടെ തന്നെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ ഓരോ പേജസ് ഒക്കെ അയച്ചു. ചേട്ടാ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഡള്ളായിരിക്കുമ്പോ ചേട്ടൻ എന്നെ വിളിച്ചു കിച്ചു നീ എന്തോ നീ അക്കൗണ്ട് ഒക്കെ ഡൗൺ ആയി തുടങ്ങി, ചേട്ടൻ വിളിച്ചിട്ട് കണ്ടന്റ് ഒക്കെ പറഞ്ഞു. ചേട്ടൻ പറയും അങ്ങനെ ചെയ്ത പോരാടാ, നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്യ്, ഈ സ്റ്റോറി ചെയ്യ്, അങ്ങനെ ചെയ്യുന്ന എപ്പോഴും മോട്ടിവേഷൻ ചെയ്തോണ്ടിരിക്കും ചേട്ടൻ. അതിനുശേഷം യൂട്യൂബ് ചെയ്ത ശേഷം ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ ശേഷം എന്തോ സംഭവമാണെന്ന് അച്ഛൻ മനസ്സിലായി. അത് പിന്നെ ഫുൾ സപ്പോർട്ട്. ഇപ്പൊ അച്ഛനും ഞാൻ പറയാം, അച്ഛൻ ടി വി കണ്ടോണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ പറയും അച്ഛൻ വായിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. പിന്നെന്തോ എടുക്കാം. അച്ഛൻ ജോലിക്ക് തടിപ്പണിക്കാണ് പോണത്. അപ്പം ഇടയ്ക്ക് എവിടെയെങ്കിലും കടകളിൽ കയറുമ്പോ പെൺപിള്ളേര്, കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് ലക്കി ഫാമിലിയിലെ മാമയല്ലേ എന്ന് പറഞ്ഞിട്ട്
ഇങ്ങനെ സംസാരിക്കും. അതൊക്കെ സന്തോഷമായിരിക്കും ഭയങ്കര അല്ലേ സന്തോഷമാണ്. അപ്പോഴും ഇടയ്ക്ക് പറയും, ഇടയ്ക്ക് എന്തെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പറയും എന്നെ കൂടെ ഒന്ന് ആക്കണേ, എനിക്ക് ഫാൻസ് ഏ, ഉണ്ടെന്നല്ലേ എനിക്ക് പറഞ്ഞത്. fans ഉണ്ട്, നമ്മളെ കൂടെ വല്ലപ്പോഴൊരിക്കൽ കാണിക്കണമെന്നൊക്കെ പറയും. അത് പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. പണിക്ക് പോയ സ്ഥലത്ത് വെച്ചാണെന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഇത്രയും ഫേമസ് ആയെന്ന് ചേട്ടൻ അറിഞ്ഞു. അതുവരെ നമ്മൾ നമുക്ക് പറഞ്ഞു അപ്പോഴും പേടിയായിരുന്നു യൂട്യൂബ് പേടിയായിരുന്നു. തുടങ്ങി. പേടിയായിരുന്നു അല്ല പറയാൻ. ഇങ്ങനെ വരണ കാണുമ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് കിട്ടുന്ന സാധനം ചിലപ്പോ ചൂലായിരിക്കും കിട്ടുന്നത്. അതും എടുത്തിട്ടുണ്ട് ഇങ്ങനെ വെക്കും. പ്ലേബട്ട് സംഭവം ആദ്യമായിട്ട് പേടിയാണ്. കിട്ടിയപ്പോഴും നമുക്ക് പേടിയായിരുന്നു. ആ, അച്ഛനോട് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അത് പണിക്ക് പോയെടുത്ത് വെച്ച് അറിഞ്ഞിട്ട് ഇങ്ങനെ ഡാലി മൂത്ത് ലക്കി ഫാമിലി ഉണ്ട്, മാമൻ അറിയാമോ എന്ന് ചേട്ടൻ്റെ കൂടി ചോദിച്ചു. ഓ, ചേട്ടൻ ഡാലി മൂത്താണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവര് കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ മക്കളാണെന്ന്. പുള്ളി ഷോക്കായി പോയി. ഇവിടെ വന്ന് ഭയങ്കര വിഷമവും. പക്ഷെ അച്ഛന് ഇത് സന്തോഷാന്ന് അറിഞ്ഞപ്പോ ഭയങ്കര ആ, പേടിയൊക്കെ ആ, മാറിയപ്പോഴല്ലേ പേടി. സന്തോഷം. പിന്നെ ഒരു ധൈര്യം, ഏത് സമയം വീഡിയോ അതെ, ചെയ്യാം. ചെയ്യാം. ഈ ഇപ്പം ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഈ നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ ഒരു എന്നുവെച്ചാൽ ആദ്യത്തെ ഒരു അഭിപ്രായം മീൻസ് പറഞ്ഞല്ലോ നെഗറ്റീവ് ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ കിച്ചുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നാലും വീഡിയോ എടുത്ത് കൊടുക്കാനായിരുന്നാലും ഇപ്പൊ പുറത്തോട്ട് പോയി വീഡിയോ എടുക്കണമെങ്കിലും അവര് വന്നു. ഇപ്പൊ നേരത്തെയൊക്കെയാണ് കടയിലൊക്കെ പോയി എടുക്കുന്ന ചമ്മലൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പോയാലും എടാ നീ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള മാറ്റല്ലേ ആ സപ്പോർട്ട്. യാത്ര. ആ, ആ. ഇപ്പൊ കമന്റുകളൊക്കെ വായിക്കോ? എല്ലാ വീഡിയോസിനും ഇടയിൽ വരുന്ന കമന്റ്സ് ഒക്കെ വായിക്കോ? ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോ ഇപ്പോഴും ഉണ്ടാവുമല്ലോ നെഗറ്റീവ് കമന്റ് ഒക്കെ, എന്താ തോന്നാ? നമ്മള് കൂടുതലും വിട്ടാണ് കളയണത്. എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം ഇല്ലല്ലോ. അവര് ആൾക്കാർ ഇപ്പൊ ഒരു 100 കമന്റ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 10 നെഗറ്റീവ് കമന്റ്സ് നമുക്ക് വരാറുള്ളൂ. ഇപ്പൊ പറയുകയാണെങ്കിൽ വീഡിയോ മറ്റേ സ്കൂളിൽ പോയ വീഡിയോയ്ക്ക് ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതെന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഫോൾട്ടാണ്. അത് അതില് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പം നമ്മൾക്ക് അത് പ്രതികരിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ടിട്ട് ഏറ്റവും സന്തോഷം തോന്നിയ കമന്റ് ഏതാ? സന്തോഷം, നമ്മുടെ ഫാമിലി ഇത്രയും നല്ലൊരു ഫാമിലിയില് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ബേസ് ചെയ്ത് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളെ കണ്ടന്റ് ചിലവരുടെ കണ്ടന്റ് പോലെ അല്ലാതെ എന്ത് കേൾക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. കോപ്പി അടിക്കാത്തത് ആയിട്ടുള്ള. പിന്നെ കുഞ്ഞിനെ വെച്ച് ചെയ്യുന്നോണ്ട് ആൾക്കാർക്ക് ഒരു ചിരി കാണുമ്പോ അത് വീഡിയോ കാണുമ്പോഴും ഒരു ചിരിയാണ്. ഒരു കോമഡി ടൈപ്പ് വീഡിയോസ് നമ്മൾ കൂടുതൽ ചെയ്യും. പക്ഷെ അവനെ വീഡിയോയ്ക്ക് നിർത്തുന്നവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. അത് വീഡിയോക്ക് കുറച്ച് ടാസ്കാ ഭയങ്കര. എന്തെങ്കിലും ഓഫർ ചെയ്യായിരിക്കും അല്ലേ? ഇത് മേടിച്ചാ അവൻ ഡിമാൻഡ് വെക്കും. ഇപ്പോഴും ഭയങ്കര ഡിമാൻഡ് വെക്കും. കാര്യങ്ങളൊക്കെ ഭയങ്കര രാവിലെ എണീറ്റ ഉടനെ പറയും കിച്ചു ഇവിടെ നിന്നുകൊണ്ട് വിളിക്കും. കിച്ചു എന്നാണ് വിളിക്കണേ. കിച്ചു വാ വീഡിയോ എടുക്കാം. പിന്നെ ഫോണില് ചാച്ചു, ഫോണില് കാർട്ടൂൺ കാണണം, വേറെ ഒന്നിലും കാണണ്ട, ഫോണില്. അപ്പൊ ഇവൻ പറയും വച്ച് തരാൻ മക്കളും നിൽക്കുവോ എന്ന് ചോദിക്കും. ഇങ്ങനെ ഭയങ്കര പിന്നെ അവൻ പറയണ നമ്മള് കേൾക്കണം. പുറത്തിറങ്ങിയിട്ട് ഇവൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പേ ചെയ്യൂ അവൻ. ആ കാര്യം നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യം നമ്മൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ അവൻ ആദ്യം ഒരിക്കൽ ചെയ്യും, പിന്നെ അടുത്ത് ഒന്നുകൂടെ ചെയ്യും, അടുത്ത് പറയരുത്. അത് അവന് ഇഷ്ടമല്ല. പിന്നെ നോക്കിയിരിക്കണം. അടുത്ത് അവൻ വിചാരിക്കുന്നത് അവൻ ആക്ട് ചെയ്യണത് നമ്മൾ ചെയ്തു, ഇനി അടുത്ത് കാർട്ടൂൺ വെച്ച് കൊടുക്കണം. പറഞ്ഞ കാര്യം ചെയ്തല്ലോ അല്ലേ? ഇനി വാ കിച്ചു വാ കാർട്ടൂൺ കാണാം, കിച്ചു വാ എന്ന് പറഞ്ഞു വിളിക്കും. അപ്പൊ ഇവൻ പറയും വാ നമുക്ക് മുകളിൽ പോവാന്ന്. വേണ്ടെന്ന് പറയും. ഇവിടെ ഇരുന്നിട്ട് പറയും ഫോൺ കൊടുക്കാൻ പറയും. അത് നമ്മൾ ഭക്ഷണം കൊടുക്കണതും അങ്ങനെയാണ്. നഴ്സറി പോകാൻ സമയമാകുമ്പോൾ പറയും നഴ്സറി പോകാന്ന് പറയും. അപ്പം പറയും അമ്മമ്മ വാ കുളിക്കാൻ കുളിക്കാൻ. ഞാൻ പറയും നമുക്ക് പുറം കഴുകാന്ന്. തല എന്ന് പറയും. തല കുളിക്കാം. തലയൊക്കെ കുളിക്കാനാണ് ഇഷ്ടം. പക്ഷെ കുളിപ്പിക്കാൻ നമുക്ക് വിഷമമില്ല, തല തുടയ്ക്കാൻ പറ്റൂല. അങ്ങനെ വന്നു കഴിയുമ്പോ എന്തായാലും ഓർക്കാൻ കൂടെ ഒരു കിച്ചുമാമനും കൊച്ചല്ലേ മേടിക്കേണ്ടി വരും അടുത്ത ആളെ. ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇതുവരെ എത്തി നിൽക്കുമ്പോഴേ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. സന്തോഷം ഉള്ളതുകൊണ്ട്, സങ്കടം ഉള്ളതുകൊണ്ട്. ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം പറയാമോ? ഏറ്റവും സന്തോഷം തരുന്ന വെച്ചാല് നമുക്ക് യൂട്യൂബിന് സിൽവർ പ്ലേ ബട്ടണും അതുപോലെ ഗോൾഡൻ പ്ലേ ബട്ടണും ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു.
പിന്നെ അതുമല്ല കമന്റിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞ അമ്മേരെ മക്കളായിട്ട് ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അതൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. അമ്മേരെ അച്ഛന്റെയും മക്കളായിട്ട് ജനിക്കാൻ പറ്റില്ലല്ലോ എന്ന്. എന്റെ അമ്മേന്റെയും വീഡിയോ കാണുമ്പോഴത്തേനും ചിലവരിങ്ങനെ പറയും എനിക്ക് ഈ അമ്മനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മേനെ തരുമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാര്. സാധാരണ പറഞ്ഞ അമ്മായിമ്മ എന്ന് പറയുമ്പോൾ മരുമക്കളുടെ ഒക്കെ ഒരു പേടി സ്വപ്നമാണ്. അപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു സ്വപ്ന അമ്മായിമ്മ. ഈ വീഡിയോസ് ഒന്നും എടുക്കാത്ത സമയമുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ഞാൻ മെയിൻ വീഡിയോസിലോട്ടായി. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഡീസൽ മെക്കാനിക് പഠിച്ചു കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരെ അത് എന്റെ ഡ്രീം എന്ന് പറയുമ്പോൾ എനിക്കൊരു ആർമി കയറണമെന്ന്. എന്റെ ചേട്ടനെ പോലെയായിരുന്നു. കൊച്ചിലോട്ട് ചേട്ടൻ കയറുണ്ട്, അതേ പാറ്റേണായിരുന്നു ഉദ്ദേശിച്ചത്. ആർമി കയറണം. അങ്ങനെ ഞാൻ ആർമി ടെസ്റ്റിനൊക്കെ പോയി, ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പൊ ഞാൻ ടെസ്റ്റ് ക്യാൻസൽ ചെയ്ത ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോഴത്തെ കൊറോണ ടൈം. അപ്പൊ ഈ അഗ്നി 11 ടെസ്റ്റ് വന്നു. അപ്പോഴേക്കും എന്റെ ഏജ് ഔട്ടായി. അത് ഞാൻ ഡീസൽ മെക്കാനിക് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഈ യൂട്യൂബിനെ പറ്റിയ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഇതാണ് ബെറ്റർ തോന്നി. അങ്ങനെ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമാണ് ഇപ്പൊ ഇതല്ലേ? ഇതിപ്പം പ്രൊഫഷണൽ ആയിട്ട് എടുത്തിരിക്കല്ലേ. വെളിയിൽ നിന്ന് ഒരാളെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം വന്നില്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോ നമ്മള് വീട്ടിലുള്ള അംഗങ്ങളല്ലേ, അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇവരാരെ അഭിനയിപ്പിക്കാൻ പാട്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛനെ ഇങ്ങനെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ വരില്ലല്ലോ. അപ്പൊ ചിലത് പറയുമ്പോഴത്തേന് അച്ഛനത് പെട്ടെന്ന് കത്തൂല. അങ്ങനെ 2-3 ടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ വീഡിയോ എടുക്കാൻ വിഷമം എന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ വിഷമമുള്ളൂ. സത്യം. അവളെ പിന്നെ അവക്ക് നമ്മൾ പുറത്ത് പോയി കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഞാനും പാറും കൂടെയാണ്. അപ്പൊ നമ്മളൊരു കടയിൽ പോയാലും അങ്ങനെ ഒരു വീഡിയോ എടുക്കും. പക്ഷെ ഇവ അത് എടുക്കൂല. അപ്പൊ ഇവിടെ ഇരിക്കും. അവള് ഇൻസ്റ്റയിൽ എടുക്കുന്ന വീഡിയോ അവൻ മോഷ്ടിച്ചെടുത്ത് യൂട്യൂബിൽ മോഷണം. അങ്ങനെ നമുക്ക് പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ പുറത്ത് പോയാലും അങ്ങ് എടുത്തിട്ട് പിന്നെ അടുത്ത് നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇവന്റെ കൂടെയാണ്. ഇവ എന്നെ നിറയെ വഴക്ക് പറയും. അങ്ങനെയല്ല, ഇങ്ങനെയല്ല, കളഞ്ഞിട്ട് പോ. അവസാനം പറയുന്നതായിരിക്കല്ലേ? അവസാനമല്ല, തുടക്കത്തിലേ പറയും. പിന്നെ അമ്മ പിണങ്ങിപ്പോ. പിന്നെ ഞാൻ വീണ്ടും കൈയും കാലും പിടിച്ചോണ്ടാ വരുന്നത് വീഡിയോ എടുക്കാൻ. ഓ, അതിനിടയ്ക്ക് ഇങ്ങനെ കലാപരികളൊക്കെ നടക്കും. അത് എല്ലാരും ചോദിക്കും ബിഹൈൻഡ് സീൻ അപ്പോഴത്തേനും അപ്പോഴടിയായിരിക്കും. അപ്പൊ ഇപ്പം പറയും നമുക്ക് ചിലപ്പോ ചൂലൊക്കെ വെച്ചുള്ള അങ്ങനത്തെ വീഡിയോ ആയിരിക്കും എടുക്കണത്. അപ്പൊ എന്ത് ചെയ്യും, എന്നോട് പറയാം അങ്ങനെയല്ലേ ഇങ്ങനെ നിൽക്കാനല്ലേ പറഞ്ഞു എത്ര ദിവസം കൊണ്ട് വീഡിയോ. ഞാൻ എന്ത് ഈ ചൂലെടുത്ത് ഇങ്ങനെ വലിച്ചെറുത്തതാകും പോകും. ഇനി എടുക്കണില്ല. ഇല്ല, പിന്നെ ഞാൻ ഒരു അമ്മയല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ തോന്നൂല. ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോകും. ഇവൻ വിളിക്കൂല, ഇവൻ ഇങ്ങനെ വെയിറ്റ് ഇട്ടിരിക്കും. ഞാൻ അങ്ങോട്ട് പോയിട്ട് പറയുമ്പോ നമുക്ക് ചെയ്യാന്ന് പറയും. പക്ഷെ ഇവളെ പിന്നെ പാറുവിന്റെ കൂടി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അല്ല പെട്ടെന്ന്. ആര് പറഞ്ഞു തരുന്ന പെട്ടെന്ന് മനസ്സിലാവുന്നേ? എനിക്ക് ഇവള് പറഞ്ഞു. ഇനിയല്ല നമുക്ക് പാറുവിനെ കൊണ്ട് പറയിക്കാം. എല്ലാം അവള് പറഞ്ഞുതരും. ഇവള് ക്ഷമയോടുകൂടി സ്നേഹത്തോടെ പറഞ്ഞുതരും. ഇവൻ ഒരിക്കൽ പറഞ്ഞിട്ട് പിന്നെ അവന് പെട്ടെന്ന് ക്ഷമയില്ല, അടുത്ത ദേഷ്യം ഇവ അങ്ങ് വയലന്റ് ആവും. പിന്നെ പൊട്ടിത്തെറിക്കും. അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. കാണും പോലെ അല്ല ആള്. കാണും ഭയങ്കര ക്യൂട്ടായിട്ട്. ഫാൻസ് ഒക്കെ ഉണ്ട്, കേട്ടാ ഇങ്ങോട്ട് വരും. പക്ഷെ എന്റെ പാറു എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മൈൻഡ് തന്നെയാണ് എപ്പോഴും. നമ്മൾ സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ ഒരേ ടോണിൽ. അവരുടെ കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. ഈ സെപ്റ്റംബർ ആകുമ്പോ 6 വർഷം. പക്ഷെ നമ്മൾ ഇതുവരെയും പിണങ്ങിയ ഒരു അതെ ഞാൻ ചോദിക്കാൻ പിന്നെ പോയി കഴിയും മടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കോ നിങ്ങള്? ഇല്ല, ഇതുവരെ ബമ്പർ ചിരി പോയപ്പോഴത്തേനും മഞ്ജു ചേച്ചി ചോദിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുവരെ ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? ഒരാളും കൂടെ അല്ലേ ഞാന് ഒരിടയ്ക്ക് എവന്റെ കൂടി ഞാൻ പറഞ്ഞായിരുന്നു, നീ ഒരു കല്യാണം കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴേ നീ നേരത്തെ അവളോട് എല്ലാം പറയണം. എനിക്ക് ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത് വരുന്ന ആള്. ഇത്രയും വർഷമല്ലേ, അപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് നമുക്കാണ്. അപ്പം ഈ അടുത്ത് വരുന്ന ആളിന് ഇതുപോലെ ആണോന്നില്ല. അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ശരിയായി. റിയൽ ആയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ, ഒറിജിനൽ ആയിട്ട് വേണ്ടേ.
അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു എന്തായാലും നമുക്ക് നീ അത് പറയണം, അമ്മ ഇങ്ങനെയാണ് അപ്പൊ എന്നിങ്ങനെ പറയണം. അപ്പൊ എങ്കിലും ഞാൻ ഇവളോട് പറഞ്ഞു. അപ്പൊ ഇവള് പറയാണ് അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, അമ്മ എന്റെ കൂടി കൂടുതൽ സ്നേഹം കാണിക്കണമെന്ന് അവള് പറയണെങ്കിൽ ഞാൻ പറയും ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് നിക്കാന്ന് പറയും. ഞാൻ അവളുടെ അമ്മേടെ അടുത്ത് പോയി അവൾ കമ്പനി പക്ഷെ പാറ എപ്പോഴും ഒരേ ടോണിൽ ഈ പിണക്കങ്ങളൊക്കെ വരും പറഞ്ഞു തീർക്കോ ഇല്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പിന്നെ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവളെ ഡയറക്റ്റ് ആയിട്ട് പറയും ഇങ്ങനെയാണ്, അങ്ങനെയല്ല മക്കളെ ഇങ്ങനെയാണെന്ന് പറയും. അപ്പം അവക്കും അങ്ങനെ, അവളും അങ്ങനെ തന്നെയാണ്. അവക്കും എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അങ്ങനെയൊന്നുമില്ല. ദേഷ്യപ്പെട്ടിട്ടല്ല, അത് കാരണം ഇങ്ങനെ ചേട്ടൻ വരണം നമ്മള് തമ്മിലിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു തർക്കമൊക്കെ കാണും എല്ലായിടത്തും പോലെ. ചേട്ടൻ ഇതിനെ അപേക്ഷിച്ച് നോക്കി ചേട്ടനാണ് സൈലന്റ്. ആൾ സൈലന്റ് ആണ്. പക്ഷെ അവൻ എന്തോന്ന് എല്ലാം മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിലാണ്, പെൺപിള്ളേരെ പോലെ. അങ്ങനെ നമുക്കൊരു, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ, പക്ഷെ അവനെ വളർത്തിയത് ഒരു മോളെ പോലെയാണ് സത്യം. അപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയാമെന്നുള്ള അവനാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയോടെ കേട്ടിരിക്കും. അതിന് അങ്ങനെയല്ല അമ്മ ഇങ്ങനെയാണ്. എനിക്കൊരു വിഷമം ഉണ്ടായ ഉടനെ ഞാൻ അവൻ്റെ കൂടി പറയും മക്കളെ ഇങ്ങനെയാണ് അമ്മ. അപ്പോഴും അവൻ പറയും, അവൻ പെട്ടെന്ന് അതിങ്ങനെ കുറെ എല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പറയും അത് കുഴപ്പമില്ല അമ്മ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് സോൾവ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ആകുമ്പോ, ഞാൻ വരുന്നതിന് മുന്നേ അമ്മയ്ക്ക് വയ്യാതെ സർജറി ഒക്കെ ചെയ്ത് കിടന്നപ്പോഴത്തേനും ചേട്ടൻ ജോലി ചേട്ടൻ എല്ലാ കുക്കിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്റെ ഡ്രസ്സ് വരെ അവനാണ്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അച്ഛനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യം അച്ഛനും കുക്കിംഗ് എല്ലാ കാര്യങ്ങളും അറിയാം. അതായത് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നപ്പോഴത്തേനും കൊറോണ ടൈമാണ്. അപ്പോഴത്തേനും ഫുഡൊക്കെ വേറെ ആൾക്കാരില്ല നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടനും അച്ഛനും കിച്ചുവും പിന്നെ വേറൊരു പയ്യനും അശ്വനും മെയിൻ ആയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, ഇപ്പം ജോലിക്കായിട്ട് പോയി. അവനെ മെയിൻ ആയിട്ട് ഇവിടെ ഒരു മോനെ പോലെയാണ്, ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. മഴ ജൂണിലെ മഴയായിരുന്നു. അപ്പൊ ഇങ്ങനെ രാവിലെ നമുക്കപ്പോഴും കാറൊന്നും ഇല്ലായിരുന്നു, ഈ 2 വീലറാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇതിൽ നനഞ്ഞിട്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ ഇങ്ങനെ നനഞ്ഞിട്ട് വന്ന് നമുക്ക് ഒരു കൈ സഹായിക്കാൻ ആരും ഇല്ലാതിരുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. പിന്നെ എനിക്കൊരു ധൈര്യം തരാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാന് ഒന്നും ആരുമില്ലായിരുന്നു. ആ സമയമൊക്കെ അപ്പോഴല്ലേ ഇവൻ എൻ്റെ കൂടി ഒന്ന് പറയാം അങ്ങനെയല്ല അമ്മ വിഷമം. എൻ്റെ മുഖത്തോട്ട് നോക്കും, അമ്മ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അമ്മ കുഴപ്പമില്ല ഭയങ്കര. അവൻ ഇവിടെ വന്ന് അവൻ കഴിച്ചിട്ടല്ല കൊണ്ടുവരണത്, നമുക്ക് കൊണ്ട് തന്നിട്ട് പറയാം അമ്മ കഴിക്കുക അവക്കും കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഉച്ചയ്ക്ക് ഓടി ഇവിടെ വന്നിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി നമുക്ക് ചോറും കറി എല്ലാം വച്ച് കൊണ്ടുതരും. പക്ഷെ എന്തോന്ന് ആ ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല എങ്കിൽ പോലും ആ ഒരു സന്ദർഭത്തില് ഭയങ്കരമായിട്ട് എന്റെ മോന്റെ കൂടി എന്റെ മോന്റെ കൂടി എനിക്ക് ബഹുമാനം തോന്നിയത് ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഞാൻ ഇവള് വരുന്നതിന് മുമ്പ് ഞാൻ സുഖമില്ലാതെയൊക്കെ കിടന്നപ്പോഴും അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നത്. എന്തോന്ന് ഞാൻ പറയാം, ഒരു അമ്മ ഒരു മകൻ ഒരമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഭാഗ്യല്ലേ. അപ്പൊ ശരിക്കും വീഡിയോ കാണുന്ന പോലെ തന്നെയാണല്ലേ ആ സ്നേഹം. ചിലപ്പോ ആൾക്കാർ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ട് പറയുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇല്ല, കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതിപ്പോ ഇന്റർവ്യൂ കാണുമ്പോ തന്നെ എല്ലാവർക്കും അങ്ങനെയല്ല എന്നുള്ള കാര്യം. എന്റെ ഭാഗ്യമാണ്. ഇപ്പം ദൈവം 3 മക്കള്. ഞാൻ പിന്നെ എവിടെ പോയാലും ഇവള് പിന്നെ എന്റെ മരുമകളാണെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, എന്റെ മകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കളർ കാണുമ്പോൾ സംശയം ചോദിക്കും, സത്യം അത് കള്ളം പറഞ്ഞല്ല, ചോദിക്കും. ഒരിടയ്ക്ക് ഞങ്ങള് എന്റെ വീടിന്റെ അവിടെയാണ്, ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ, അടുത്തല്ല കുറച്ച് ദൂരെയാണ്. അപ്പം എന്റെ കല്യാണത്തിന് മുമ്പ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ചോദിച്ച ഒരു ചേട്ടനാണ്. ചേട്ടൻ വന്നിട്ട് ചോദിച്ച് ഇടി നിനക്ക് എത്ര മക്കള്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 3 പേരാണ്. കുഞ്ഞിനെ നഴ്സറി വിട്ടിട്ടാണ് ഞങ്ങൾ പോയത്, എനിക്ക് 3 മക്കളാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇത് മോള്, ഇത് 3ാമത്തെയാണ്, മൂത്തവര് 2 പേര് ആ മക്കളാണ്, ഇത് 3ാമത്തെയാണെന്ന് പറഞ്ഞു. അവൾക്ക് കല്യാണം ആലോചിക്കണമെന്ന് പോയി അവിടുന്ന് പോയി. അപ്പം പുള്ളി പറയണേ എനിക്ക് 2 ആൺകുട്ടികളാണ്, നീ കല്യാണം ആലോചിക്കുന്നത് ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു എന്തായാലും അവളെ കെട്ടിയോ ആർമിയിൽ വന്നിട്ട് ആലോചിക്കാന്ന് പറഞ്ഞു.
അപ്പൊ എന്നോട് ചോദിച്ചു മരുമോളാണെന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞുണ്ട് നഴ്സറി പോയിരിക്കണമെന്ന് പറഞ്ഞു. കണ്ടാ പറയുന്നില്ല, കുഞ്ഞായിട്ടിരിക്കുന്നു. അല്ല കണ്ട പറയില്ല, കണ്ട് 42 വയസ്സ് 30 വയസ്സ്. അല്ല കളർ വ്യത്യാസങ്ങളില്ലേ ഇവൻ പറയണതേ അമ്മച്ചി എന്ന്. സത്യം പറഞ്ഞാൽ എന്നെക്കാളും മൂത്തത് അവനാണ്. എനിക്കിപ്പോ 21 വയസ്സായതേ ഉള്ളൂ. ആ കണ്ടാലേ പറയും. ചുമ്മാ പറഞ്ഞാണോ? കഴിഞ്ഞ ജന്മത്തില് അയ്യോ, ഞാൻ വിശ്വസിച്ചു. അതിലല്ല 21 5 കൂടെ ചേർത്താ മതി. 5 അല്ല 4 കൂടെ, അപ്പൊ കറക്റ്റ് ആവും. ഞാൻ ശരിക്കും വിശ്വസിച്ചിരുന്നു. രസമാ എല്ലാരും കൂടെ വരും. ആ നമ്മള് പിന്നെ എന്തോന്ന് 3 പേര് 1 മാസം ഉള്ളതാണ്. ഞാന് മോയ് ലക്കി മോയ്. അപ്പൊ ഒന്നിച്ച് ആഘോഷിക്കാറുണ്ട്. മിസ് തന്നെയാണ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുമ്പോ ആൾക്കാർ പറയും ഇവിടെ എന്നും കേക്ക് കട്ട് അത് കേക്ക് കട്ട് ഒരു മാസം ഫുള്ള് ബർത്ത്ഡേ. ലക്കിയാണ് കേക്ക് കട്ട് ചെയ്യാൻ മെയിൻ ആണ്. എല്ലാ എല്ലാ birthday. അല്ലെങ്കിൽ വലിപ്പം ഉണ്ടാക്കും. കേക്ക് ഇങ്ങനെ പിടിയുണ്ടാവും. എന്താ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ? എനിക്ക് എല്ലാം ഇഷ്ടമുണ്ട്. എന്നാലും കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള പിന്നെ ടേസ്റ്റ് അമ്മ ചിക്കൻ കറിയും പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പൊ പിന്നെ എന്ത് ചോദിച്ചാലും കിട്ടും കേട്ടോ. ആ ഗ്യാപ്പിൽ ചോദിക്കാൻ എന്തെങ്കിലും ഇല്ല ഇപ്പഴല്ല, എപ്പോഴും ചോദിച്ചാലും ഉണ്ടാക്കി. എപ്പോഴും ചോദിച്ചാലും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മതി. ഇപ്പം ഭയങ്കര കെയറിങ് ഞാൻ ചേച്ചി. അത് ഇവ ഞാൻ പുറത്തുനിന്ന് ഒരാളായിപ്പോ ഇപ്പൊ. പിന്നെ കുശുമ്പ് വരത്തില്ലേ സ്വന്തം ഞാൻ എനിക്ക് അമ്മ വാരത്തിനെ കാണുമ്പോഴത്തേനും ഇവന് കുശുമ്പ് വരും. അതുകൊണ്ട് ഇവനിപ്പോ ഇടയ്ക്ക് പനിയായിരുന്നു. അതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേനും അമ്മയടുത്ത് വാരിത്തരാൻ പറയും. അത് അതിലെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. ഇത്രയും വർഷത്തിന്റെ ഇടയിൽ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വാരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവൻ വളർന്നതിന് ശേഷം ഇവൻ ഇഷ്ടമല്ല ഞാൻ വാരി കൊടുക്കുന്നത്. ഇത് കണ്ടു അല്ല ഇവന് ഇഷ്ടമില്ലായിരുന്നു. ഇവന് ഇപ്പൊ പനി വന്നു കഴിഞ്ഞപ്പോഴെന്ത് ചെയ്ത് ഒരു ദിവസം ഞാൻ വാരി കൊടുത്തു. നമ്മളിങ്ങനെ കൂട്ട എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ഇളക്കിയിട്ടല്ലേ വാരി കൊടുക്കണം. അപ്പൊ അങ്ങനെ വാരി കൊടുത്തു. ഒരു ദിവസം വാരി കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ എന്ന് ഇവൻ പറയും. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. മറ്റേ പിന്നെ മോനെന്ന് പറഞ്ഞ അങ്ങനെയല്ല. അവൻ ഇപ്പോഴും അവൻ വന്നു കഴിഞ്ഞ് ഞാൻ വാരി കൊടുക്കണം. അവൻ ഇപ്പോഴും വരുമ്പോഴും പറയാം അമ്മ എനിക്ക് ചോറ് വാരി താമെന്ന് പറയും. പിന്നെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തല മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ കുശുമ്പ് തോന്നും മാത്രമേ. ഇപ്പൊ പിന്നെ ഭയങ്കര എന്തോന്ന് രാത്രിയൊക്കെ അല്ല അതിന്റെ ഒന്നും അല്ല, ഇത് വേറെ ഒരു സ്വഭാവമാണ്. ഇതിന്റെ കൂടെ ഒന്നും കൂട്ടാൻ പറ്റില്ല. പിന്നെ ആള് പാവമാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ആള് പാവം പെട്ടെന്ന് അത് മാറുകയും ചെയ്യും. മനസ്സിലൊന്നും വെച്ചിരിക്കൂല. കഴിഞ്ഞു. മക്കളുമാരെന്തോന്ന് ദൈവം തന്ന 4 പേര്. ഇപ്പൊ എല്ലാവരുടെയും പറയും 4 പേരെന്ന്. ഒരാള് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമ്മൾ കൂടുതൽ കമന്റ് കാണും ഇങ്ങനെ വായിക്കുമ്പോ കാണാം ഇവര് അഭിനയിക്കാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ അല്ല, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, ഇത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന്. അങ്ങനെ കമന്റ് ഒക്കെ കാണുമ്പോ സങ്കടം തോന്നും, വിഷമം വരും. ഇടയ്ക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ചാടി വന്നവളല്ലേ, അതായത് എന്നെ ചാടി വന്നവളല്ലേ അവളുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോസിൽ അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോഴത്തേനും അവര് പറയും ഇവക്ക് ഇത്തിരി ഹെൽപ്പ് ചെയ്തൂടെ കഴിക്കാൻ വേണ്ടിട്ട്, വാരി കൊടുക്കുന്നതിന് അടിയിലും ചിലത് തന്നെ കഴിക്കാൻ അങ്ങനൊക്കെ വരും. അപ്പൊ അതൊക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാക്കും. ഇതിനു വേണ്ടി ചെയ്യുന്നല്ല ഇവിടെ. അല്ല നമുക്ക് ഇതൊക്കെ കാണുമ്പോഴേ കൂടുതലും കമന്റ് വായിക്കണം ഞാനാണ്. കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല, വിഷമം വന്നിട്ടുണ്ട്. പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ വിഷമം വരും. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ പറയാം അമ്മ എന്തിന് കമന്റ് വായിക്കണേ, അതിന്റെ ആവശ്യം എന്തോന്നാണ്. നല്ല കമന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലവർ അഭിപ്രായം പറയാം അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് കമന്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല ഇതല്ല, ഏത് വിഷമമായാലും പിന്നെ എന്നെ നോക്കിയിട്ട് അവള് ഉടനെ ചോദിക്കും അമ്മക്ക് എന്ത് പറ്റി, അമ്മ എന്ത് പെട്ടെന്ന് മനസ്സിലാവല്ലേ? പെട്ടെന്ന് മനസ്സിലാവും. എന്റെ മുഖം മാറിയാലും അമ്മയ്ക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ ഞാനും അമ്മ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും, വെറുതെ ഇരിക്കൂല. എന്ത് ചെയ്തോണ്ടിരുന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഡിയോ എടുക്കാത്തപ്പോ നമ്മൾ എന്തോന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു കാര്യം കിട്ടും, ഏതെങ്കിലും ഒരു കാര്യം കിട്ടും. അത് പിന്നെ അടുത്ത് നമ്മളെ വേറൊരു വിഷയം കിട്ടുന്നത് വരെ കണ്ടന്റ് ഉണ്ടാക്കാറുണ്ടോ ഇവര്? അങ്ങനെ ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പം വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇത്തിരി കുറഞ്ഞോന്നൊരു സംശയമുണ്ട്.
മെയിൻ ആയിട്ട് അവന്റെ മടിയാണ്, കിച്ചുവിന്റെ മടിയാണ്. മടിയനാണോ? ഇവനിപ്പം ഭയങ്കര മടിയായി. ഈ കൂട്ടത്തിൽ ആർക്കാ കൂടുതൽ മടിയെ കിച്ചുവിനാണോ? കിച്ചുവിനാണ്. ഇവനെ ഞാൻ രാവിലെ ഉറക്കം എണീക്കുമ്പോ ഞാൻ തുടങ്ങും അലക്കാൻ തുടങ്ങും, എടാ വീഡിയോ എടുക്കടാ, വീഡിയോ എടുക്കുന്നില്ലേ എന്ന്. ഫുൾ ടൈം വീഡിയോ എടുക്കാൻ മാറി നമ്മള് ആൾക്ക് വ്ലോഗ് അധികം ചെയ്യുന്നില്ല, നമ്മള് ഷോർട്സ് ആണല്ലോ. അപ്പം ഷോർട്സ് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കും അവന്. അപ്പൊ ഇവന് പെട്ടെന്ന് ഏതെങ്കിലും ഫ്രണ്ട്സ് വിളിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പോകും. വേണ്ടിട്ട് പോയിട്ട് വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവും, പിന്നെ പിന്നെ മടിയാവും. അത് പോയി. പിന്നെ ഇവൻ ഉറങ്ങും അങ്ങ്. ഇവൻ ഇതാണ് ജോലി. വീഡിയോ നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന കൂടെ എന്നെ കൊല്ലാതെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാരോടും സ്നേഹവും മാത്രം. നെഗറ്റീവ് പറഞ്ഞവരാവട്ടെ പോസിറ്റീവ് പറഞ്ഞവരാവട്ടെ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നും അറിയുന്ന അതാ ഞാൻ ആൾക്കാരായിരുന്നില്ല. ചോദിക്കാൻ വന്നേ, ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ചുമ്മാ ഇട്ട് തുടങ്ങുമ്പോഴേ ഇത്ര റീച്ച് ആവും അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ കൂടും, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ചില കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ലല്ലോ. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചില്ല. ഇത് നമുക്ക് കിട്ടിയ ഒരു ലക്കാണ്, ഇപ്പം ലക്കി ഫാമിലി. അല്ല, ആ ഇപ്പൊ പേര് മൂന്നാഴ്ച കൊണ്ട് എന്താണ് 1 million ആയെന്ന് തോന്നുന്നു സബ്സ്ക്രൈബർ. പെട്ടെന്ന് ഒരു പെട്ടെന്ന് മാസത്തെ അതായത് ആ ഒരു സീരീസ് നമ്മൾ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു സീരീസ്, അത് 2 സീരീസ് പെട്ടെന്ന് കയറി വരും. സത്യം പറഞ്ഞ അപ്പൊ എനിക്ക് സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടിയപ്പോ എനിക്ക് സംഭവം അറിയത്തില്ലായിരുന്നു. ഒന്നിനെ പറ്റി ഒന്നിനെ പറ്റി അറിയില്ലായിരുന്നു. ഇതിങ്ങനെ ചുമ്മാ ഇതെന്താ സംഭവം, ചുമ്മാ കൂടി വീഡിയോ ചെയ്തു അത്ര തന്നെ, ഇത് കയറിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് റീച്ച് അയക്കുന്നവരൊക്കെ നല്ലൊരു കോണ്ടാക്ട് നമ്മൾ അറിയാനൊക്കെ തുടങ്ങി. അത് പിന്നെയാണ് ഇതുപോലെയൊക്കെ സംഭവം നമുക്ക് മനസ്സിലായി. അവാർഡ്, അതായത് സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 1 million അടുപ്പിച്ച് കയറിയപ്പോഴത്തേനുമാണ് നമ്മള് ഈ സിൽവർ പ്ലേ ബട്ടൺ വരെ അപ്ലൈ ചെയ്തത്. അടുത്ത 2 million കഴിഞ്ഞപ്പോഴത്തേനും ഗോൾഡൻ ബട്ടൺ. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ച്. അപ്പം അവിടെയുള്ള എല്ലാരും അതിനോട് ഏകദേശം വരും, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം. അപ്പം നമുക്ക് അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ ആർക്കും അറിയില്ല. നമ്മൾ ഒതുങ്ങി കൂടി ഒതുങ്ങിയിട്ട് ഞാനും ചേച്ചി മാത്രം ഒതുങ്ങി ഒരു സൈഡിൽ പോയിരുന്നു. അവരെല്ലാം നമ്മൾ ഷേക്കൻഡ് കൊടുക്കുമ്പോ ഇതെല്ലാം വീഡിയോ ചെയ്യുന്നില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്ത എല്ലാരും പറയും അമ്മ അന്വേഷിച്ചെന്ന് പറയാം, ഞാൻ കിച്ചും കൂടെയാണ് പോയത്, അമ്മ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറയും. 5 million ആവാൻ പോകുന്നു അല്ലേ? പിന്നെ യൂട്യൂബിലൊരു കമന്റ് ഉണ്ടായിരുന്നു, നീ യൂട്യൂബിലേക്ക് തെണ്ടി പോവായിരുന്നു പറഞ്ഞു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുമാതിരി ആയിപ്പോയി. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ആർമി ടെസ്റ്റ് മുമ്പല്ലേ ചേച്ചി, ആർമി ടെസ്റ്റിന് മുമ്പായിട്ട് ടിക്ടോക്ക് തുടങ്ങുന്ന ടൈമിൽ ചേട്ടൻ എനിക്കൊരു ഫോൺ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു. ആ ടൈമിൽ ഞാൻ IT പഠിച്ചുകൊണ്ടിരുന്നതാണ് ധനുവച്ചെടുത്ത്. ആ ടൈമിൽ തന്നെ ഞാൻ എല്ലാവരും ജോലിക്ക് പോയിരുന്നു, പെയിന്റിങ്, പ്ലംബിങ്, പിന്നെ വെൽഡിങ്, മേസ്ത്രി, അങ്ങനെ ഏകദേശം എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പണിക്ക് പോയിട്ടാണ് ഞാൻ ഒരു 1+ ഫോൺ എടുത്തത്. അത് കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ ടിക്ടോക്ക് തുടങ്ങിയല്ലേ. 3.4 million ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അറിയില്ല, 3.4 million എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അറിയപ്പെടുവോ അങ്ങനെയൊന്നും അറിയില്ല. ചുമ്മാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, വീഡിയോ ചെയ്യാലോ കൊള്ളാലോ എന്ന് പറഞ്ഞു. നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മൾ മാത്രമേ മാത്രമാണ് ഉള്ളൂ. ഇങ്ങനെ ഒരു ഇത്. ഇതിനെപ്പറ്റി അറിയില്ല. സമയത്തൊക്കെ സപ്പോർട്ട് അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നെയ്യാറ്റിൻകരയിൽ നമ്മളാണ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതില്ലെങ്കിലും അതെ. ബാക്കിയുള്ള ജോലി നമുക്ക് അറിയാം. അത് മാത്രമാണ് എനിക്ക് പറയാം. ഇത് മാത്രമായിട്ടല്ല ഞാൻ ചെയ്തു തുടങ്ങിയത്, എല്ലാ ജോലിക്കും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും ഒരു 3 വർഷം കൊണ്ടല്ലേ ചേച്ചി വേറെ ഒന്നിനും പോവാതെ ഇതിലോട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് നിൽക്കുന്നത് മാത്രം. ഇതിനു മുമ്പ് എല്ലാ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു. ഇനിയും പോകാൻ മനസ്സുണ്ടെന്നല്ലേ? മനസ്സുണ്ട്. നമുക്കിപ്പം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് 5 million ആവട്ടെ, ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.